ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ. ഇത് ലൈനിങ് ആണ്, ഇത് മെയിൻ ക്ലോത്ത് ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു ക്ലോത്താണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ്, കോട്ടൺ ആണ്. ഇതെന്ന് പറയുന്നത് കോട്ടൺ എന്ന് വെച്ചാൽ പ്യുവർ കോട്ടൺ അല്ല കേട്ടോ, കോട്ടൺ മിക്സ് ആണ്. പിന്നെ ഇത് ലൈനിങ് ഞാൻ അവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 5 മീറ്റർ ആയിട്ടാണ് നമുക്ക് മീഷോയിൽ നിന്ന് കിട്ടിയത്. 5 മീറ്റർ തന്നെയാണ് ഞാനെന്ത് ലൈനിങ് വാങ്ങിച്ചത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല തുണിയാണ്, അതായത് നമുക്ക് അത്യാവശ്യം നീളം വീതിയൊക്കെ ഉള്ള തുണിയാണ് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. അടിപൊളി പ്രൊഡക്റ്റാണ്. 300 സംതിങ് ആണ് പൈസ വന്നിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ലൈനിങ് സാധനം നമ്മൾ വാങ്ങിച്ചതാണ്. ഈ ഒരു കളറാണ് ഞാൻ ഇതിന് ചൂസ് ചെയ്തത്, ഈ ഒരു കളറിന് മാച്ചായിട്ട് കിട്ടിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നേരെ ഇതിലെന്തോരം 5 മീറ്റർ വെച്ചിട്ടാണ് 2 എടുത്തത്. എത്ര വരും എന്ന് എനിക്കറിയില്ല കോട്ട് സെറ്റിന്. ഞാൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. ഞാൻ വിചാരിക്കുന്നു ഒരു 3-4 മീറ്റർ വേണ്ടി വരുള്ളൂ എന്ന് വിചാരിക്കുന്നു. 4-4.5 മീറ്റർ വേണ്ടി വരുള്ളൂ എന്ന് വിചാരിക്കുന്നു. 4 മീറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുമെന്ന് വിചാരിക്കണം. ബാക്കി ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അരഭാഗം വരുന്നത്. അരഭാഗം എന്ന് പറയുന്നത് നമുക്ക് 10 സെൻറ്റിമീറ്റർ ആണ്, 10 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ എത്രയാണോ നമ്മുടെ അരവണ്ണം അതിൽ 4/1 ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്ലസ് തയ്യൽ തുമ്പടക്കമാണ് ഞാൻ 10 എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും 2 ഇഞ്ചൊക്കെ ഇട്ടാൽ മതി. ഞാനൊരു 2.5 ഇഞ്ച് നമ്മുടെ ഈ ഒരു ഇതിട്ടിട്ടുണ്ട്, 2.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ 2.5 ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി വീതിയിൽ ഞാൻ മടക്കി അടിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഒരു 1.25 വെച്ച വീതിയിൽ മടക്കി അടിക്കാൻ പറ്റും നമുക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു 2.5 ഇഞ്ചിൻ്റെ ആ ഒരു ലൈനിൽ തൊട്ടാണ് നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് പിടിക്കേണ്ടത്. 13 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഈ 2.5 നിന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ 13 ഇഞ്ച് കറക്റ്റ് കിട്ടും നമുക്ക്. ഈ 13 ഇഞ്ചിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 13 ഇഞ്ചിക്ക് ഇവിടെ 2-3 വര ഉണ്ടാവും. അതെനിക്ക് ആദ്യം അളവൊന്ന് തെറ്റിപ്പോയി. ഞാൻ ആദ്യം 2 എന്ന മെഷർ എടുത്തു, പിന്നെ അരയിലേക്ക്. അപ്പോൾ ഈ 13 ഇവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് 13 ഇഞ്ച് നമുക്ക് കറക്റ്റ് ഇവിടെ 13 ഇഞ്ച് കിട്ടുന്നുണ്ടാവും. ഈ ഒരു 13 ഇഞ്ചിലേക്ക് നമ്മൾ നേരെ വര കൊടുക്കും. അത് ഇത് ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ ഈ 12-ൽ നിന്നും 13-ലേക്ക് ഒരു കർവ് വരച്ച് ഇവിടെ ഒരു ഇത് കൊടുക്കുക. ഇവിടെ 12 വേണ്ട, 12 ഈ ഒരു പോയിന്റ് നോക്കാം, 12. പിന്നെ ഇവിടുന്ന് ഇതേ സെയിം അവിടെ നേരത്തെ മുകളിൽ നിന്ന് എടുത്ത അതേ സെയിം അളവ് തന്നെ ഈ സൈഡിലും എടുക്കാം. അതായത് 13 ഇഞ്ച് എടുക്കാം. 13 എടുക്കാം കേട്ടോ. ഇവിടെയാണ് വരുന്നത് 13 എടുക്കുക. അത് ഈ ഇതെടുക്കാം, 13 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഈ 13-ൽ നിന്ന് നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ 6 സെൻറ്റിമീറ്റർ, അതായത് 12-ൻ്റെ പകുതി 6 എടുക്കുക. അതിവിടെ അടയാളപ്പെടുത്തി ഇവിടെ ബാക്കി നോക്കുക. ഈ 12-ലേക്ക് കറക്റ്റാണോ 6 എന്ന് ചെക്ക് ചെയ്യുക. കണ്ട 6, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 എടുക്കുക. ഇനി അത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ താഴത്തേക്ക് പോകും. നമ്മൾ എത്രയാണ് നമ്മുടെ ഇതിൻ്റെ അളവ് വേണ്ടത്, അതായത് നമ്മുടെ ഇറക്കം വേണ്ടതെങ്കിൽ ഇറക്കം മുകളിൽ നിന്ന് നമ്മൾ 2.5 സെൻറ്റിമീറ്ററിന് ശേഷമുള്ളതൊന്ന് പിടിക്കണം ഇറക്കം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 34 എൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. 34 ഞാൻ ഇറക്കം എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന ഈ അരയില്ലേ, ഇവിടെ നിന്ന് നേരെ പിടിച്ചിട്ട് വേണം 34 സെൻറ്റിമീറ്റർ ഇഞ്ച് എടുക്കാൻ. എന്താ അപ്പോൾ ഞാൻ 34 കറക്റ്റ് തന്നെയാണ് 34 വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ എത്ര പാടില്ല. 34 ഇറക്കെടുത്തു. ഇറക്കത്തിൻ്റെ അവിടെ നേരെ ഒരു സ്ട്രെയിറ്റ് വര വരയ്ക്കാം.
34 സ്ട്രെയിറ്റനായിട്ട് നേരെ ഒരു വര വരയ്ക്കാം. എന്നിട്ട് ഇവിടുത്തെ സെൻറ്ററും കണ്ടുപിടിക്കണം നമുക്ക്. ഇതാണ് നമ്മളെ 3 ഇഞ്ച് നമ്മൾ അടിയിലേക്ക് എക്സ്ട്രാ ഒരു 3 ഇഞ്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപ്പട്ട മടക്കി അടിക്കാൻ വേണ്ടിയാണ് എക്സ്ട്രാ ഒരു 3 ഇഞ്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എക്സ്ട്രാ ഒരു 3 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത് അത് അടിയിലേക്ക് വരയ്ക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. ഇവിടെ നിന്ന് നമ്മൾ 6 സെൻറ്റിമീറ്റർ കണ്ടെത്താം. നമ്മുടെ ഇത് വീതി 12 നമ്മൾ 6 സെൻറ്റിമീറ്റർ കണ്ട് സെൻറ്റർ കണ്ടെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ പാനിൻ്റെ സെൻറ്റർ. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ഇങ്ങോട്ട് സെൻറ്റിമീറ്റർ അല്ല, സോറി കേട്ടോ, 4 ഇഞ്ച് ഇങ്ങോട്ടും അടയാളപ്പെടുത്താം. അപ്പം നമുക്ക് 2 പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ടാവും. ഈ 2 പോയിൻറ്റും കിട്ടും. അതായത് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് 4 ഇഞ്ച് ഇങ്ങോട്ടും 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 6 ഇഞ്ചിൽ, അതായത് നമ്മുടെ പാൻറ്റിൻ്റെ സെൻറ്റർ കിട്ടും നമുക്ക്. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് പോയിൻ്റ് ചെയ്യുന്നില്ലേ, നേരെ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു സ്ട്രൈറ്റ് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റില്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ വരയ്ക്കാം. ഇതാണ് നമ്മുടെ പാനിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് കിട്ടി ഇങ്ങനെ ഇവിടെ. എന്നിട്ട് ഈ 4 സെൻറ്റിമീറ്ററിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു 13 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് നേരെ ഇവിടെ നിന്ന് നേരെ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കും. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയില്ലേ, ഇവിടേക്ക് നേരെ ഒരു വര ഇവിടേക്ക് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ 12, നമ്മൾ ഈ ഒരു കേർച്ചിൻ്റെ അവിടെ ഈ 12 ഉണ്ട്. ഈ 12ൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നും നേരെ താഴത്തെ നമ്മളിവിടെ ഒരു 4 സെൻറ്റിമീറ്റർ ഇപ്പോൾ സൈഡിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവിടേക്കും ഒരു വര വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻറ്റ് കിട്ടും. പിന്നെ അടിയിലേക്ക് നേരിട്ട് തന്നെ ഇങ്ങനെ 3 ഇഞ്ച് സെൻറ്റിമീറ്റർ ഞാൻ പറയാൻ ക്ഷമിക്കും കേട്ടോ, ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 ഇഞ്ച് താഴത്തേക്കും വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ ലുക്ക്. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം, പറ്റുകയാണെങ്കിൽ ഞാൻ അതിനെ എഴുതിയിടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു മെഷർമെൻറ്റ്സ് വരുന്നത്. അളവുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. ഞാൻ ഇതേ മെഷർമെൻറ്റ്സ് ഇതിൻ്റെ അളവുകൾ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ കട്ടിങ്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ കട്ടിങ്സും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു പേപ്പർ കട്ടിങ്സും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ ഒരു ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പം നമ്മൾ മൊത്തത്തിൽ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെട്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തൊരു ജോയിൻ്റ് വരും, ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അത് നമ്മൾ നേരെ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. അത് പ്രത്യേക വരയില്ലാത്തൊരു ഭാഗത്ത്, അടയാളപ്പെടുത്താത്തൊരു ഭാഗത്ത് ഒരു ജോയിൻ്റ് വരും. അത് നമ്മളിങ്ങനെ ആക്കിയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഒരു വശം. ഇനി ഇത് ഫ്രണ്ട് ഭാഗമാണ്, നമുക്കിനി ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. വെട്ടിയ തുണിയില്ലേ, അത് ഇതിൻ്റെ മീതി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ബാക്ക് ഭാഗം വെട്ടാണ്. ഞാൻ പറഞ്ഞു തരാം വെട്ടേണ്ട എന്താണ് അതിൻ്റെ പ്രത്യേകത, ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച്, ഇതാണ് നമ്മുടെ ആദ്യം വെട്ടിയ തുണി കണ്ടോ. ഈ ആദ്യം വെട്ടിയ തുണിയെക്കാട്ടും 1 ഇഞ്ച് കൂടുതൽ ഇറക്കി വേണം നമ്മൾ ഇടാൻ. അടിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗം. അപ്പോൾ ഈ ആദ്യം വെട്ടിയ തുണി നമ്മുടെ ബാക്ക് ഭാഗത്തിനെക്കാട്ടും 1 ഇഞ്ച് ഇറക്കി ഇടുക. അതായത് ഇത് ഫ്രണ്ടിനെക്കാട്ടും 1 ഇഞ്ച് നീളം കൂടുതൽ വേണം ബാക്ക്. എന്നിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് നമ്മളിങ്ങനെ കെർവായിട്ട് ഇങ്ങോട്ടൊരു ലൈൻ കൊടുക്കാം. ഈ ഒരു മുളയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് ഒരു കർവ് ലൈൻ കൊടുക്കാം. അതുമാതിരി ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ കട്ടിങ് വന്നിരിക്കുന്നത്. അതിനെക്കാട്ടും 2 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കണം. 2 ഇഞ്ച്
കൂടുതൽ കൊടുക്കണം, നീട്ടിയിട്ട് കൊടുക്കണം തുണി മൊത്തത്തിൽ. കണ്ട ഞാൻ ഇങ്ങനെ നീട്ടിയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ ഈ ഒരു സൈഡ് സാധാ പോലെ തന്നെയാണ് കൂട്ടാനും കുറയ്ക്കാമെങ്കിൽ ഇവിടെയൊക്കെ 2 ഇഞ്ച് കൂടുതലിട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. അത്ര മാത്രമാണ് ബാക്ക് ഭാഗത്തിൽ വെട്ടേണ്ട ഒരു ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ സെയിം ആണ് കേട്ടോ. ഇത്ര ഒരു ഇത് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. 2 ഇഞ്ച് കൂടുതലിട്ട് കൊടുക്കുക. അതുമാതിരി തന്നെ മുകളിൽ 1 ഇഞ്ച് ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ സെയിം ബാക്കി ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് കെറുവായി വെട്ടുക. അപ്പം ഞാൻ ഇത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ വെട്ട് വരുന്നത്. ഞാൻ ഇപ്പുറത്തേക്ക് ഇത് വരച്ചിട്ടില്ല, അതൊന്നും കൂടെ ഒന്ന് വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ബാക്ക് ഭാഗം വരുന്നത്. അപ്പം നമ്മൾ ഈ വരച്ച് കഴിയുമ്പോൾ കൂടെ ഒന്ന് വെട്ടി കൊടുക്കുക വേണ്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ ബാക്ക് ഭാഗം ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇതിൽ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു പേപ്പർ കട്ടിങ്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയാണ് നമ്മുടെ എന്താ പറയുക കട്ടിങ് വരുന്നത് കേട്ടോ. ഇനി ഇതേ രണ്ടും സെയിം വെച്ചിട്ട് തന്നെ നമ്മൾ മെയിൻ ക്ലോത്തിലും കൂടെ കട്ട് ചെയ്തെടുക്കണമെന്നുള്ളൂ. ഇത് ലൈനിങ് ആണ്. മെയിൻ ക്ലോത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്കും കൂടെ ഇതേ അളവിലും തുണി മടക്കിയിട്ടിട്ട് വെട്ടിയെടുക്കണം, അല്ലെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് വരുന്നത്. അപ്പം ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ പച്ച കാണുന്നതിൻ്റെ അളവിൽ വെട്ടിയെടുത്താൽ മതി മെയിൻ ക്ലോത്തിൽ. ഇത് ബാക്ക് ഭാഗമാണ് ഞാൻ ആദ്യം ഇട്ട് വെച്ചിരിക്കുന്നത്, ബാക്ക് ഭാഗമാണ്. അപ്പോൾ ബാക്ക് ഭാഗം ആദ്യം വെട്ടിയെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് പോർഷനും ഇതേമാതിരി തന്നെ വെട്ടിയെടുക്കണം. അപ്പോൾ ഇത്ര ഉള്ളോട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെട്ടില്ല. ഈ തുണി ഇട്ടൊന്നും വെട്ടാൻ വേണ്ട, അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അളവൊക്കെ നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അളവൊന്നും എടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൈനിങ് പീസാണ്. അപ്പോൾ ഈ ലൈനിങ് പീസിലേക്കും നമ്മുടെ മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് പാൻറ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ 2 ഭാഗം ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്ക് ഭാഗം പാൻറ്റിൻ്റെ ബാക്ക് ഭാഗം 2 പീസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലൈനിങ് ഇടുക. ലൈനിങ്ങിൻ്റെ മീതേക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇടുക. അതായത് മെയിൻ ക്ലോത്തിൻ്റെ വശത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ നല്ല വശത്ത് അറ്റാച്ച് ചെയ്തിട്ട് മറച്ചടിക്കുകയാണ്. പക്ഷെ ഇത് മറച്ചടിക്കാനൊന്നും വേണ്ട. മെയിൻ ക്ലോത്തിൻ്റെ വശത്ത് അടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് തൊട്ട് ഫുൾ 4 സൈഡും ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചുറ്റും ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടോ. അങ്ങനെ അതുമ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടോ, അതായത് മറച്ചടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഫുൾ പിന്നെ ജോയിൻ്റ് ചെയ്യാനുള്ള പീസുകളല്ലേ, അങ്ങനെ 4 പീസിൻ്റെ ഇതുമ്പോൾ കൂടെ ലൈനിങ് മെയിൻ ക്ലോത്തായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അത് ഫ്രണ്ടിലത്തെ 2 പീസും ബാക്കിലത്തെ 2 പീസുമായിട്ട് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഇതിൽ നിന്ന് കുഴി ഭാഗം വരുന്നില്ലേ നമ്മുടെ കാലിൻ്റെ, അവിടെ തൊട്ട് എവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് അടിക്കാൻ കംഫർട്ട് ആ രീതിയിൽ അടിച്ചെടുക്കാം. അത് ഫുൾ അതേപോലെ 4 പീസും അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിക്കുമ്പോൾ ഒപ്പം വെച്ച് അടിക്കുക. മെയിൻ ക്ലോത്ത് ചിലർ കൂട്ടിയിട്ട് വെട്ടും. ഞാൻ ഇപ്പോൾ കുറച്ച് കറക്റ്റായിട്ട് തന്നെ വെട്ടിയിട്ടുണ്ടായിരുന്നു. മെയിൻ ക്ലോത്ത് കൂട്ടിയിട്ട് വെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കറക്റ്റാക്കി പിടിച്ചിട്ട് ശരിക്കും നേരിട്ടിട്ട് വേണം നമുക്കെടുക്കാം. ഇനി അതിന് ശേഷം 2 ഫ്രണ്ട് വശം 2 തമ്മിൽ കൂട്ടിയിടും. നല്ലപ്പുറം കൂട്ടിയിട്ടിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ആ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, നല്ലപ്പുറം 2 ഫ്രണ്ട് ഭാഗത്തിൻ്റെ 2 പീസിന് നല്ലപ്പുറം കൂട്ടിയിട്ട് അതിലൂടെ 2 സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രം 1 സ്റ്റിച്ചിങ് കൊടുക്കുക, അല്ലെങ്കിൽ 2 സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ഭാഗം ജോയിൻ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഫ്രണ്ട് ഭാഗം നമ്മൾ 2 ഇഞ്ച് പട്ടയ്ക്കുള്ളത് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ പാൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കിട്ടും. ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ബാക്ക് ഭാഗം. ഇതേപോലെ നല്ലപ്പുറം കൂട്ടിയിട്ടിട്ട് ആ ഒരു ഭാഗത്തുകൂടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ആ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഫ്രണ്ടും ബാക്കും തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിനെക്കാട്ടും 2 ഇഞ്ച് കൂടുതലായിരിക്കും ബാക്ക് ഭാഗം ഉണ്ടായിരിക്കുക. അപ്പോൾ മൊത്തം 2 4 ഇഞ്ച് കൂടുതൽ കിടക്കണം. അപ്പോൾ 2 സൈഡും ഒരേപോലെ കിട്ടില്ല. ഒന്ന് നമ്മൾ സാധാ ആണുങ്ങളെ പാൻറ്റ് ജീൻസൊക്കെ അടിക്കുമ്പോൾ കാണാം ഒന്ന് കയറി നിൽക്കണം കാണാം.
അത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഒപ്പാക്കി വെച്ചിട്ട് ഒന്ന് അടിച്ച് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 തല ഒരുമിച്ച് കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ കാലിൻ്റെ, അതായത് നമ്മുടെ കവ ഭാഗം, ആ ഭാഗമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ചാൽ. അപ്പോൾ ഇതേ 2 ജോയിൻറ്റുകൾ വരുന്ന തമ്മിൽ കൂട്ടി വെച്ചിട്ട് ആ ജോയിൻറ്റ് കണ്ട അവിടെ നിന്ന് താഴേക്ക് ഒരു കാലിൻ്റെ ഭാഗം താഴേക്ക് അടിക്കുക, അതിന് ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് അടിക്കാം. ഇതിപ്പോൾ കുറച്ച് തുണിയുടെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, ഞാൻ ഇത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൻ്റെ കാലിൻ്റെയും ഉൾഭാഗം അടിക്കുക. പുറം വശത്തേക്കുള്ളത് പിന്നെ ഈ ഉൾഭാഗം അടിച്ചതിന് ശേഷം, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പുറത്തേക്കുള്ളത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചു. ആദ്യം തന്നെ ഉള്ളിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് സെൻറ്ററായിട്ട് വരില്ല. പുറത്തുനിന്ന് അടിച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് അടിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും, സെൻറ്ററായിട്ട് വരില്ല. അപ്പോൾ ആദ്യം ഉള്ളിൽ നിന്ന് അടിച്ചിട്ട് പിന്നെ പുറം ഭാഗം അടിക്കാന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ മറ്റോണം അടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വലിച്ച് വെച്ച് പിന്നെ അടിക്കാനെങ്കിൽ. അതുപോലെ ഈ സെൻറ്ററും കണ്ട ഈ ഒരു ഭാഗം നമ്മുടെ കാലിൻ്റെ 2 ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗം കറക്റ്റ് ഒരേ ലെവലിൽ സ്റ്റിച്ചിങ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് അടിക്കുന്നത്. അതുപോലെ അടിക്കണേക്കാട്ടും മുന്നേ നമ്മുടെ കാലിൻ്റെ വണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. വണ്ണം എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വേണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ എല്ലാ ഭാഗം അടിക്കുമ്പോഴും 2 വട്ടം സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം ഉള്ളടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി പിന്നെ പുറമാണ് അടിക്കാൻ പോകുന്നത്. പുറം അടിക്കുമ്പോഴായാലും അത് 2 വട്ടം സ്റ്റിച്ച് ചെയ്യണം. പിന്നെ പുറം അടിക്കുമ്പോൾ വലിച്ച് പിടിച്ച് അടിക്കണം, എന്നാലാണ് ഒന്ന് കറക്റ്റായി നിൽക്കുള്ളൂ കേട്ടോ. ഒപ്പം വെച്ച് തന്നെ അടിക്കണം, എന്നാലാണ് കറക്റ്റ് ഒരു ലെവലിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുറത്തടിക്കുമ്പോഴത് 2 വട്ടം സ്റ്റിച്ച് ചെയ്യണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എല്ലാ ഡബിളോ 2 3 കൊടുത്താലും കുഴപ്പമില്ല. ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ പെട്ടെന്ന് പാൻറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഓടിച്ചാടി നടക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കീറും. സ്റ്റിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഹോട്ടേക്ക് ആവും. അപ്പോൾ അടിഭാഗം എപ്പോഴും കൊടുക്കുമ്പോൾ പാൻറ്റിൻ്റെ എപ്പോഴും 2-3 സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ പാൻറ്റിൻ്റെ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചെറിയ പണികളുള്ളൂ. നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണ് ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മളിനി ഇറക്കം നോക്കണം, അതുപോലെ നന്നായി ആ കെറുവൊക്കെ നന്നായി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാനൊന്ന് വെറുതെ ഒന്ന് മറിച്ചിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇറക്കം നോക്കി, ഇറക്കമൊക്കെ സെറ്റായിട്ടുണ്ട്. അതുപോലെ നല്ല പുറത്തിട്ട് ഒന്ന് ഇട്ട് നോക്കാമെന്നൊക്കെ വെച്ചു. അപ്പോൾ സംഭവം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടിമടക്കി അടിക്കണം, അതുപോലെ തന്നെ അര മടക്കി അടിക്കണം. അര ഞാൻ ഫ്രണ്ട് പട്ട പോലെയും ബാക്ക് അലാസ്റ്റിയും വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ അലാസ്റ്റി വെക്കാമെന്ന് വെച്ചു, പിന്നെ മാറ്റിയാന്ന് വെച്ചു. പിന്നെ ആദ്യം അപ്പോൾ അടി മടക്കി അടിക്കാം. അടി ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക വേണ്ടു. ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വേണം അടി മടക്കി അടിക്കുക. ആദ്യമേ അടി മടക്കി വെക്കരുത്. അപ്പോൾ പിന്നെ അടിയിലത്തെ ഒരു സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് നമുക്ക് ഫുൾ ഒരു അടിയിലെ സ്റ്റിച്ചിങ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അടി മടക്കാതിരിക്കുന്നത്. 2 രീതിയും ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് കംഫർട്ട് എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം, അതിലൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അടി മടക്കിയതിന് ശേഷം ഇങ്ങനെ വരും കേട്ടോ അടി. അതിന് നമുക്ക് അരയ്ക്ക് പോവാം. അരയിൽ അലാസ്റ്റിക് വെക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫുൾ ഒന്ന് മടക്കി അടച്ചിട്ട് അലാസ്റ്റിക് കയറ്റാമെന്ന് വെച്ചു. പിന്നെ ഫ്രണ്ടിൽ മാത്രം പട്ട വയ്ക്കാമെന്ന് വെച്ചു. ഞാൻ ആദ്യം സിബൊക്കെ വെച്ച് ബട്ടൺ പോലെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ എനിക്കത് അത്ര കംഫർട്ടായി തോന്നിയില്ല. അതിനെക്കാട്ടും ഭേദം ഫുൾ അലാസ്റ്റിക് പോലെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു കംഫർട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇതേ അലാസ്റ്റിക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്. വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ വലിപ്പമൊക്കെ തോന്നിക്കും, പക്ഷേ കറക്റ്റ് സൂട്ടബിളാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കറക്റ്റ് ആണ് നമ്മുടെ പാൻറ്റിൻ്റെ ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് പാൻറ്റ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. ശരിക്കും നമുക്ക് 18 മതി, അതായത് 16 ഇഞ്ച് ഇറക്കം, 2 ഇഞ്ച് നമുക്ക് എന്താ പറയുക ഇതുമാണ് വേണ്ടത്, 2 ഇഞ്ച് മടക്കിയടിക്കാൻ. അങ്ങനെ മൊത്തം 18 ഇഞ്ച് എടുത്താൽ മതി. പക്ഷെ നമ്മുടെ ഈ തുണിക്ക് നമ്മുടെ ഉള്ള തുണിയുടെ അളവ് അനുസരിച്ച് നമ്മുടെ കയ്യിൽ ആകെ ഈ തുണി വരുന്നത് 16 ഇഞ്ച് ഇറക്കം വരുന്നുള്ളൂ. മൊത്തത്തിൽ 16 ഇഞ്ച് വരുന്നുള്ളൂ ഇറക്കം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു,
അതെ കണ്ട മൊത്തത്തിൽ 16 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട്. നമ്മൾ 2 ഇഞ്ച് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു പട്ട വെച്ച് മടക്കി അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വണ്ണം അതേപോലെ ഞാൻ വണ്ണം വരുന്നത് നമുക്ക് 17 ഇഞ്ചാണ്. 17 ഇഞ്ചാണ് വണ്ണം വരുന്നത്. അപ്പം ആ 17 ഇഞ്ച് വണ്ണത്തിന് നമ്മൾ മൊത്തത്തിൽ കുറച്ചധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ. 17 ഇഞ്ച് വണ്ണം വരുമ്പോൾ ഇവിടെ 7.5 ഇഞ്ചാണ് നമ്മുടെ വണ്ണം വരുന്നത്. 7.5 പ്ലസ് 2 8.5 9.5 നമ്മളൊരു 10 തുണിയുടെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് കുറച്ച് കൂടുതലിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിനി വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഷോൾഡർ അപ്പം നമ്മൾ മൊത്തത്തിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 7.5 ഒക്കെയാണ്. 7.5 വേണമെങ്കിൽ കൊടുക്കാം. 8 വരെ കൊടുക്കാം അല്ലേ? 8 കൊടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.5 അത്രയൊക്കെ കൊടുത്താൽ മതി. 7.5 കൊടുക്കാം. 7 കൊടുത്താലും മതി. നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആവുമ്പോൾ കുറച്ച് പൂവും പിന്നെ ഷോൾഡർ വല്ലാണ്ട് കയറിപ്പോയെന്നൊരു തോന്നൽ വരും. ഇല്ല അത്യാവശ്യം വീതി ഉണ്ടാവും. അപ്പം നമുക്ക് കൈയില്ലാത്തതാണല്ലോ. അപ്പം വല്ലാണ്ട് കയറി പോകണ്ടെന്ന് വെച്ചാൽ ഞാൻ 7 നമ്മുടെ ഷോൾഡർ കൊടുത്തത്. 7 അല്ലെങ്കിൽ 7.25 കൊടുക്കാം കേട്ടോ. ഞാൻ 7.25 കൊടുത്തു. അപ്പം അതേ 7.25 നമ്മൾ ഒരു 6 ഇഞ്ച് നമ്മളെന്ത് കൊടുക്കണേ ഇറക്കം ആം ഹോൾസിൻ്റെ ഇറക്കം കൊടുക്കുന്നത് ഒരു 6 ഇഞ്ചിലാണ്. ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. അതിന് ശേഷം അവിടേക്ക് വരുമ്പോൾ ഒരു 7.25 കൂടെ മെഷർ ചെയ്തു. കറക്റ്റ് തന്നെയാണ് കൊടുത്തത്. എന്നിട്ട് കറക്റ്റ് 7.25 വെച്ചിട്ടൊന്ന് വരയ്ക്കാം. നമ്മളൊന്ന് അടയാളം നോക്കി നോക്കാം കേട്ടോ. കറക്റ്റ് അല്ല 7.25 6 സോറി 6 വരയ്ക്കേണ്ടായിരുന്നു. പോയി 6 7 മറ്റേതായിരുന്നു. അപ്പം നമ്മുടെ കൈക്കുഴി എടുത്തിരിക്കുന്നത് 6. അതിന് ശേഷം 3.25 അപ്പം ഇവിടെ ആ ഒരു മെഷർമെൻറ്റ്സിൽ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് 7.25 ഇറക്കം 6 അങ്ങനെ അളവപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 1.25 ഇഞ്ച് നമുക്കൊരു കൈക്കുഴിക്കുള്ളൊരു ഇത് കൊടുക്കാം. അതായത് വല്ലാണ്ട് കൈ കുഴിഞ്ഞ് വരണ്ട. നമ്മുടെ എന്താ പറയുക സ്ലീവ്ലെസ് അല്ല തയ്ക്കണത്. അപ്പോൾ നമുക്ക് വല്ലാണ്ട് കൈ കുഴിഞ്ഞ് വരാത്തത് കൊണ്ട് നമ്മൾ 1.25 കൊടുക്കുക. ഈ 1.25 നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ കർവ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കൈക്കുഴിയും വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കാണ്. നെക്ക് 2.5 ഇഞ്ചാണ് ഞാൻ പൊതുവെ എടുക്കാറ്. 2.5 ഇഞ്ചാണ്. ഇത് ഇവിടെ വെച്ച് ഇങ്ങോട്ട് 2.5 ഇഞ്ച് കൊടുക്കാം. വല്ലാണ്ട് വൈഡ് നെക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇറക്കം ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ 5.5 കൊടുക്കണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം ലെവലിൽ കൊടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ച് ബാക്ക് ഇത്തിരി കൂട്ടിനും ഫ്രണ്ട് കുറച്ച് ഇറക്കിയിട്ട് എടുക്കാമെന്ന്. ഇപ്പോൾ പാക്കിൻ്റെ അളവിലാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. 5.5. ഇനി ഇതിനെക്കാട്ട് 1 ഇഞ്ച് വേറെ വരയ്ക്കണം. ഇതിപ്പോൾ കറക്റ്റ് 5.5. നമ്മൾ നെക്ക് ഇത് എത്ര പറഞ്ഞാൽ 2.5 അല്ല പറഞ്ഞത്.
പിള്ളേരവിടെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പം അവിടെ 2.5 അല്ല 2.5 ഇവിടെ 2.5 ഇവിടെ ഒന്ന് 2.5 കൊടുക്കാം കേട്ടോ. ഈ 2.5 തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. എന്താണ് പൊന്ന? ഈ 2.5 തമ്മിൽ അപ്പം നമ്മൾ സ്ക്വയർ കഴുത്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് സ്ക്വയറിലാക്കി എടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞത് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മളങ്ങനെ ഇത് ഇവിടെ കൊടുത്തു. ഇനി നമുക്കിതിലൊരു 2.5 അല്ല 5.5 അല്ല നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഒരു 6.5 ഇഞ്ചിൽ ഒരു ഫ്രണ്ട് നെക്ക് ഒന്നും കൂടെ വരച്ചെടുക്കാം. അതായത് നമുക്ക് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കൂട്ടി വരയ്ക്കണമല്ലോ, ഞാൻ അതൊന്നും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ വരച്ചെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് 2 ഇതിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇതേ 2.5 ഇഞ്ച് രീതിയിൽ 1 ഇഞ്ച് കൂടുതൽ വരച്ചാൽ മതി. 5.5 6.5 ഈ രീതിയിൽ ഇങ്ങനെ 2 അളവിൽ നമുക്ക് വെട്ടിയെടുക്കണം. അപ്പം നമുക്കിതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ കഴുത്ത് ബാക്ക് കഴുത്താണ്, ഇത് ഫ്രണ്ട് കഴുത്താണ്. കൈക്കുഴി ഒക്കെ നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ക്ലോത്തിലേക്ക് വെട്ടാം. മെയിൻ ക്ലോത്ത് എടുത്ത് നമുക്ക് അളവെടുത്ത് മെയിൻ ക്ലോത്തിൽ ഇതേ ലൈനിങ് തുണി ഇട്ടിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് ഇട്ടിട്ട് അതിന് മീതെ ഇട്ട് വെട്ടിയെടുത്താൽ മതി. എന്താ പറയുക, നമ്മളിപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലിട്ട് കട്ട് ചെയ്തതാണ്, വേറെ ഒന്നുമല്ല. ഇനി അടി വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ മടക്കടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഇനി സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ലപ്പുറം ഇടാം. ആദ്യം ടോപ്പിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ലപ്പുറം ഇടാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈക്കുഴി ആം ഹോൾസിൻ്റെ കൈക്കുഴി തൊട്ട് അടിക്കണം കേട്ടോ. കൈക്കുഴി നെക്ക് 2 കൈക്കുഴിയും നെക്കും അടിക്കാം. അതായത് നമുക്ക് കൈ വെച്ച് കൊടുക്കണില്ല, ഉള്ളിൽ ഇടുന്ന ക്രോപ്പ് ടോപ്പ് ആകാൻ കൈ വെക്കണില്ല സെപ്പറേറ്റ്. അപ്പോൾ നമ്മൾ കൈയൊക്കെ എല്ലാം കൂടെ ലൈനിങ്ങോട് കൂടി മറച്ചടിക്കണം. ഇതേപോലെ മറച്ചടിച്ച് പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് വശം അടിക്കാം. ബാക്ക് വശത്തിൻ്റെ നമ്മൾ എന്താ പറയുക, ഷോൾഡർ വശമല്ലേ, ഷോൾഡറിൻ്റെ മുകൾ ഭാഗം അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല കേട്ടോ. ബാക്കി കൈയും കൈക്കുഴികളും നെക്കും മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ മറക്കിനേറ്റ് മുന്നേ നമ്മൾ ഫ്രണ്ട് ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുക. നമ്മൾ നേരത്തെ ബേബി ജംപ് സൂട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ഷോൾഡർ വശം ക്രോസ് ചെയ്ത്, അതായത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ നല്ലപ്പുറം കണ്ടാം, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ നല്ലപ്പുറം കാണുന്ന രീതിക്ക് ഇങ്ങനെ വെക്കാം. അതിലേക്ക് നമ്മുടെ നല്ലപ്പുറമായിട്ടുള്ള മറച്ചിട്ട് പതിച്ചടിച്ച നല്ലപ്പുറമായിട്ടുള്ള ഫ്രണ്ട് വശം അതിലേക്ക് ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡർ വശത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അതൊന്ന് വലിച്ച് ഇങ്ങോട്ട് എടുക്കാം. ഇങ്ങനെ ഷോൾഡർ വശത്തിൻ്റെ അവിടെ എത്തുമ്പോൾ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഷോൾഡർ എത്രയാണ് നമ്മുടെ അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണ് കുഴപ്പമെന്നല്ല സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ അവിടെ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് പോയിട്ട് ലോക്കായി കിട്ടും. അപ്പോൾ നമ്മൾ 2 രീതിക്കായിട്ട് ഇപ്പോൾ ഷോൾഡർ കാണിച്ചു തരുന്നു. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിച്ച് തരാം. ഇത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ 2 എണ്ണത്തിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ ലോക്കായിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മളങ്ങനെ കഴുത്തൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടെക്ക് ഇട്ട് കൊടുക്കണം. 2 ടെക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് സൈഡുകൾ വണ്ണത്തിനനുസരിച്ച് അടിക്കണം, മടക്കടിക്കണം. ഇത്ര കാര്യമുള്ളൂ കേട്ടോ. സൈഡ് നമ്മൾ എത്രയാണ് വണ്ണം വരുന്നത് അതിനനുസരിച്ച് അടിച്ച് നമുക്ക് അടിയൊന്ന് മടക്കടിച്ച് കൊടുക്കുക വേണ്ടു. അപ്പോൾ അത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ് ബാക്കിയുള്ളൂ. അപ്പോൾ ഫുൾ സ്റ്റിച്ചിങ്ങും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അടിയൊക്കെ മടക്കടിച്ച് ടക്ക് ഇട്ട് കൊടുത്തു. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷേപ്പായി നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്രോപ്പ് ടോപ്പ് വളരെ സിമ്പിളാണ്. അതുപോലെ പാൻറ്റും വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായി നിൽക്കുന്ന പാൻറ്റാണ് കേട്ടോ. കറക്റ്റ് ഇതേ മെഷർമെൻറ്റിൽ ഇപ്പം ഞാൻ കാണിച്ചത് മെഷർമെൻറ്റ്സൊക്കെ ഒരു M സൈസിൻ്റെ മെഷർമെൻറ്റ്സാണ് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ 2 ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി അടി ലൂസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.